നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. പേരാവൂർ മേൽമുരിങ്ങോടി പുരുളിമല മുത്തപ്പൻ മടപ്പുര തിരുവപ്പൻ ഉത്സവം തുടങ്ങി. വൈകിട്ട് പേരാവൂരിൽ നിന്ന് മടപ്പുരയിലേക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടത്തി. തൃശൂർ തൃപ്രയാർ കിഴക്കേനട രാജവീതിയിൽ ആനയിടഞ്ഞു. ഇടഞ്ഞ ആന വ്യാപകമായി ആക്രമണം നടത്തി. 10 വർഷത്തെ പക. അമ്മയുടെ കൂടെ ഒളിച്ചോടിയ മധ്യവയസ്കനെ വെട്ടിക്കൊലപ്പെടുത്തി യുവാവ്. മൃതദേഹത്തിൽ ചവിട്ടി പോലീസിനെ കാത്തിരുന്നു. ഇതാണോ ഗണേഷ് കുമാറിന്റെ നമ്പർ 1 ഗതാഗതം? KSRTC സ്വിഫ്റ്റ് ബസ്സിലെ ദുരിതയാത്ര വിവരിച്ച് കോൺഗ്രസ് വനിതാ നേതാവ്. ദീപകിന്റെ ആത്മഹത്യ. പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 6 മാറ്റി. കാരയ്ക്കാമണ്ഡപത്തെ സ്ഫോടനം. പാറമടകളിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ വീട്ടിലെത്തിയത് എങ്ങനെയെന്ന് കണ്ടെത്താൻ അന്വേഷണം. എടത്തൊട്ടിയിൽ നിയന്ത്രണം വിട്ട ഒമിനി വാൻ വൈദ്യുത തൂണിലിടിച്ച് അപകടം. പേരാവൂർ സ്വദേശി പുഷ്പരാജനാണ് നിസ്സാര പരിക്കേറ്റത്. കൊട്ടാരക്കരയിൽ ചുരിദാർ ധരിച്ചെത്തിയ പ്രധാന അധ്യാപകയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് പരാതി. നെടുവത്തൂർ ഈശ്വരം വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. അയ്യപ്പൻകാവിൽ തൊഴിലാളി മരത്തിൽ നിന്ന് വീണു മരിച്ചു. നെല്ലിയാട് ഉന്നതിയിലെ ബാബു ആണ് മരിച്ചത്. തലശ്ശേരിയിൽ നിന്ന് പേരാവൂർ വഴി ബാംഗ്ലൂരുവിലേക്ക് KSRTC ബസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അധികൃതർക്ക് നിവേദനം നൽകി. ഒറ്റപ്പാലം തൃക്കങ്ങോട് ഓട്ടോറിക്ഷ കയറി ഇറങ്ങി സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ഓട്ടോറിക്ഷയാണ് സ്ഫോടക വസ്തുവിൽ കയറി ഇറങ്ങിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2ാം ദിവസവും സഭ പ്രക്ഷുബ്ധം. വാക്പോരിന് പിന്നാലെ വാക്കൌട്ട് നടത്തി പ്രതിപക്ഷം. കൂത്തുപറമ്പിനടുത്ത് കൈതേരി വട്ടപ്പാറയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർക്കും യാത്രക്കാരിക്കും പരിക്ക്. മറ്റവധിയെപ്പോലെ പ്രസവാവധിയെ കണക്കാക്കരുത്, അത് അവകാശമാണ്. ഹൈക്കോടതി. മൊബൈൽ ഫോണിൽ ബ്ലോക്ക് ചെയ്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ യുവാവിനെ കുത്തിക്കൊന്ന യുവതി. 25-കാരനായ കാദം പ്രസാദ് സൂര്യവംശിയാണ് കൊല്ലപ്പെട്ടത്. കോഴിക്കോട് സഹോദരങ്ങളെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പിടിയിൽ. തൃശൂരിൽ പീച്ചിയിൽ വനത്തിനുള്ളിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മയിലാടുംപാറ സ്വദേശി ഷിജുവാണ് മരിച്ചത്. വടകരയിൽ 2 വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത കേസിൽ പൂജാരി പിടിയിൽ. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി സമ്പത്താണ് പിടിയിലായത്. കുമ്പളയിലെ ടോൾ ബൂത്ത് നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാർ. തീരുമാനം ജനരോഷം കനത്തതിന് പിന്നാലെ. കണ്ണൂരിൽ ചത്ത കാക്കയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കണ്ണൂർ മാലൂർ പഞ്ചായത്തിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. വയ്യാവേലിയായി സൗരോർജ വൈദ്യുത വേലി. കോടികൾ ചിലവിട്ട പദ്ധതി പാതി നിലച്ച മട്ടിൽ. ബുദ്ധിമുട്ടിലായി ജനങ്ങൾ. അഭിഭാഷക ദീപ ജോസഫിനെതിരെ ആരോപണങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിലെ അതിജീവിത. കൊച്ചി ഇടപ്പള്ളി ലുലു മാളിന് സമീപം ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. സപ്ലൈകോയിൽ ശബരി വെളിച്ചെണ്ണയുടെ വില കുറച്ചു. സബ്സിഡിയോടെ ലിറ്ററിന് 289 രൂപയും സബ്സിഡി ഇല്ലാതെ 309 രൂപയ്ക്കും വാങ്ങാം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ചാറ്റ് പുറത്തുവിട്ട് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ജസ്ല മാടശ്ശേരി. 5 ദിവസം മാത്രം ഓഫീസിൽ പോയാൽ മതി. കേരളത്തിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനങ്ങളുടെ കാര്യത്തിൽ നിർണായക യോഗം. സ്വന്തം ജീവൻ പണയം വെച്ച് 20 കുട്ടികളെ തേനീച്ച ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അംഗനവാടി ആയയ്ക്ക് ദാരുണാന്ത്യം. മാതാപിതാക്കൾ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ കുട്ടികളെ കണ്ടെത്തി. സംഭവം ബാംഗ്ലൂരുവിൽ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഗ്രാമിന് 605 രൂപ കൂടി 14,715 രൂപയും പവന് 4,840 രൂപ കൂടി 1,17,720 രൂപയുമായി. വെള്ളിക്ക് ഗ്രാമിന് 230 രൂപയുമായി. കേളകത്തെ ഇന്നത്തെ വില നിലവാരം. റബ്ബർ 202, ലോട്ട് 187, ഒട്ടുപാൽ 126, കുരുമുളക് 670, അടയ്ക്ക 400, കശുവണ്ടി 160, തേങ്ങ 62, കാപ്പിക്കുരു 205, ചിരട്ടപ്പാൽ 116. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇനി ഓപ്പൺ ന്യൂസിലൂടെ. ഓപ്പൺ ന്യൂസ് 24.